റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, അയ്യൂബ് നബി അലൈഹിസ്സലാത്തു വസ്സലാം കുളിച്ചുകൊണ്ടിരിക്കുമ്പോൾ, അയ്യൂബ് നബി പ്രവാചകന്മാരുടെ കൂട്ടത്തിൽ വലിയ സമ്പന്നനായ ഒരു നബിയാണ്. ധാരാളം സമ്പത്തുണ്ടായിരുന്നു അദ്ദേഹത്തിന്. ആടുമാടൊട്ടകങ്ങൾ, ധാരാളം ഭൂമികൾ, അടിമകൾ, അങ്ങനെ വിശാലമായ സമ്പത്തിന്റെ ഉടമയാണ് അയ്യൂബ് നബി. അദ്ദേഹം ഒരു ദിവസം ഇങ്ങനെ കുളിച്ചുകൊണ്ടിരിക്കുമ്പോൾ, നദിക്കരിയിൽ ഇങ്ങനെ വസ്ത്രം അഴിച്ചു വെച്ച് കുളിച്ചുകൊണ്ടിരിക്കുമ്പോൾ, ജറാദും എന്ന് ദഹബി, ആകാശത്ത് നിന്ന് സ്വർണത്തിന്റെ വെട്ടുകിളികൾ ഇങ്ങനെ വീഴാൻ തുടങ്ങി. ഒരത്ഭുതമാണ്. സ്വർണത്തിന്റെ വെട്ടുകിളി ഇങ്ങനെ വീഴുകയാണ് ആകാശത്ത്. ഇത് അയ്യൂബ് നബി കണ്ടപ്പോൾ അദ്ദേഹം വസ്ത്രം എടുത്ത് വസ്ത്രത്തിലേക്ക് ഈ സ്വർണത്തിന്റെ വെട്ടുകിളികളെ വാരിക്കൂട്ടാൻ തുടങ്ങി. എല്ലാം ഇങ്ങനെ പറക്കി കൂട്ടുകയാണ് അദ്ദേഹം. അപ്പൊ പടച്ചോൻ വിളിച്ചു അയ്യൂബ് നബീനെ, യാ അയ്യൂബ്, അയ്യൂബെ അലം അകുൻ അഗ്നൈതുക അമ്മാ തറ, നിനക്കിത് വേണോ? ഞാൻ എത്ര സമ്പത്ത് നിനക്ക് തന്നിട്ടുണ്ട്, എന്നിട്ട് ഇതും എനിക്ക് വേണോന്ന് ചോദിച്ചു. അപ്പൊ അദ്ദേഹം പറഞ്ഞു, ബലാ വഇസ്സതിക, പടച്ചോനെ നിന്റെ പ്രതാപമാണ് സത്യം, എനിക്ക് ഒരുപാട് സമ്പത്ത് നീ തന്നിട്ടുണ്ട്. പക്ഷെ എല്ലാ ഗൈനാബിയാൻ ബറക്കത്തിക്ക, ഇത് നിന്റെ ബറക്കത്താണ്, ഈ വീഴുന്നത് നിന്റെ ഭാഗത്തുള്ള ബറക്കത്താണ്, ഇതെനിക്ക് വേണം. എത്ര സമ്പത്തുണ്ടെങ്കിലും ഇതെനിക്ക് വേണം എന്ന് അയ്യൂബ് നബി അലൈഹിസ്സലാം പറയുന്നുണ്ട്. ഈ ഹദീസ് പഠിപ്പിക്കുന്ന വലിയൊരു സന്ദേശം, ബറക്കത്ത് എന്ന് പറയുന്ന ഒരു സാധനമുണ്ട്. നമ്മളതിന് ഐശ്വര്യം എന്നൊക്കെ മലയാളത്തിൽ അർത്ഥം പറയും. സുബൂത്തുൽ ഖൈറിൽ ഇലാഹി, പടച്ചോന്റെ ഭാഗത്തു നിന്നുള്ള ഖൈർ, നന്മ ഒരു കാര്യത്തിൽ ഉണ്ടാകലാണ് ബറക്കത്തോട് ഉദ്ദേശിക്കുന്നത്. ഇതില്ലെങ്കിൽ ഒരു കാര്യങ്ങളും നമുക്ക് ഒരു കാര്യമായ പ്രയോജനം ഉണ്ടാവില്ല. സമ്പത്തിൽ ബറക്കത്തുണ്ടാകുക, ആരോഗ്യത്തിൽ ബറക്കത്തുണ്ടാകുക, ആയുസ്സിൽ ബറക്കത്തുണ്ടാകുക, പിന്നെ ഏത് കാര്യത്തിലും ബറക്കത്തുണ്ടെങ്കിൽ അത് ഉപയോഗപ്പെടും. നമുക്കിടയിൽ ധാരാളം ആൾക്കാരുണ്ട്, ഒരുപാട് സമ്പത്തുണ്ടാവും, കച്ചവടങ്ങളുണ്ട്, എസ്റ്റേറ്റുകളുണ്ട്, വാഹനങ്ങളുണ്ട്, പക്ഷെ ഒരിക്കലും ഒരു സംതൃപ്തി ഉണ്ടാവില്ല, ഒരു കാര്യം നടക്കുന്നില്ല, എന്നും ഈ കടവും ബാധ്യതയും പരാതിയായിരിക്കും. എന്നാൽ ഒരു ഓട്ടോറിക്ഷ ഓടിച്ചുകൊണ്ട് നടക്കുന്ന ഒരാളുണ്ട്, അയാൾ ആ ഓട്ടോറിക്ഷ ഓടിച്ച് അയാൾ മക്കളെയും കെട്ടിച്ചു, എല്ലാ കാര്യവും അതുകൊണ്ട് നടന്നു പോകുന്നുണ്ട്, അവസാനം സക്കാത്തും കൊടുക്കാൻ കാശുണ്ടാകും, അയാൾക്കൊരു പരാതിയില്ല, പരിഭവമില്ല. ഒരുപാട് ഉണ്ടാകുന്നതിലില്ല, അള്ളാഹുവിന്റെ ബർക്കത്ത് തന്നതിൽ, കിട്ടിയതിൽ ഉണ്ടായി കഴിഞ്ഞാൽ അതിൽ നമുക്ക് ഉപയോഗപ്പെടും. അത് സമ്പത്തിന്റെ കാര്യം മാത്രമല്ല, ആരോഗ്യം. ഇത്ര ആരോഗ്യം ഉണ്ടെങ്കിലും ആരോഗ്യത്തിൽ അള്ളാഹു ബർക്കത്ത് ചെയ്തില്ലെങ്കിൽ അതോട് അവനും പ്രയോജനം ഉണ്ടാവില്ല, സമൂഹത്തിനും പ്രയോജനം ഉണ്ടാവില്ല. ആയുസ്, ചില ആളുകൾ കുറച്ചു നാളെ ജീവിക്കുള്ളൂ, പക്ഷെ അവരുടെ സമൂഹത്തിൽ 100 വയസ്സ് ജീവിച്ചതുപോലെ അറിയപ്പെടും. 100 വയസ്സ് ജീവിച്ച ആളുകളുണ്ടാവും, സമൂഹത്തിൽ അവരെ കുറിച്ച് ചർച്ച ഉണ്ടാവില്ല, ആയുസ്സിൽ ബർക്കത്തില്ല. അതുകൊണ്ട് നമ്മൾ എപ്പോഴും പടച്ചോനോട് ചോദിക്കേണ്ടത്, അള്ളാഹു എനിക്ക് തന്നതിൽ ബർക്കത്തിയാണ്, തന്നതിൽ ബർക്കത്തുണ്ടെങ്കിൽ അള്ളാഹു അതുകൊണ്ട് ഒരുപാട് കാര്യങ്ങൾ നടത്തിയിട്ട്. ഇവിടെ അയ്യൂബ് നബി അലൈഹിസ്സലാം വലിയ ധനികനാണ്, എന്നിട്ടും അദ്ദേഹം ഈ വീഴുന്ന വെട്ടുകളി, അത് അദ്ദേഹത്തെ ആദരിച്ച് അള്ളാഹു കൊടുക്കുന്നതാണ്, ഒരു പരീക്ഷണമാണ്. അത് അദ്ദേഹം സ്വീകരിക്കുകയാണ്, വാരി കൂട്ടുകയാണ് ചെയ്യുന്നത്. നമ്മളും ഈ ബർക്കത്ത് പടച്ചവരാണ് ചോദിച്ചുകൊണ്ടിരിക്കുക. അള്ളാഹു നമ്മുടെ സമ്പത്തിലും ആയുസ്സിലും അള്ളാഹു തന്ന എല്ലാത്തിനും അള്ളാഹു ബർക്കത്ത് തന്ന് അനുഗ്രഹിക്കുമാറാകട്ടെ. അതിൽ വരുന്ന ആപത്തുകളൊക്കെ അള്ളാഹു നമ്മെ കാത്തുരക്ഷിക്കുമാറാകട്ടെ. സുബ്ഹാനല്ലാഹി ബിഹംദിഹി സുബ്ഹാനക്കല്ലാഹു ബിഹംദിക് അഷ്ഹദു അല്ലാ ഇലാഹ ഇല്ലാ അൻത അസ്തഗ്ഫിറുക വ അത്തൂബു ഇലൈക. അസ്സലാമു അലൈക്കും.